ഈസാ നബി എന്ന് പറയുന്നത് കേവലം ഒരു മിന്നാമിനിങ്ങാണ്. യേശുക്രിസ്തു ഒരു മഹാദീപസ്തംഭമായിട്ട് നിൽക്കുകയാണ്, ലോകത്തിൻ്റെ വെളിച്ചമാണ്, അനേകർക്ക് വഴി കാട്ടുന്നവനാണ്. ആ യേശുക്രിസ്തുവിനെ കേവലം ഒരു കരിന്തിരി കത്തുന്ന ഒരു ചെറിയൊരു മണ്ണെണ്ണവിളക്കായിരിക്കുന്ന ഈസയോടൊക്കെ ഉപമിച്ചത് രണ്ടൊന്നാണെന്ന് പറഞ്ഞാൽ എങ്ങനെ അംഗീകരിക്കാൻ പറ്റും? ബൈബിളിലെ യേശുവും ഖുർആനിലെ ഈസാ നബിയും ഒരാൾ തന്നെയാണോ എന്ന സംവാദ വിശകലനത്തിൻ്റെ 4ാം ഭാഗമാണ് ഈ വീഡിയോ. അനിൽകുമാർ അയ്യപ്പൻ എന്ന വ്യക്തിയും രാഹുൽ ഈശ്വറും 2 ആഴ്ച മുമ്പ് തിരുവനന്തപുരത്ത് വെച്ചാണ് ഈ ഒരു വിഷയത്തിൽ സംവാദം നടത്തിയത്. അനിൽകുമാർ അയ്യപ്പൻ തൻ്റെ സംസാരത്തിനിടയിൽ പറയുന്നത് കേട്ടു, ഒരുപാട് കാലമായി മുസ്ലിം പണ്ഡിതന്മാരെ സംവാദത്തിന് വിളിക്കുന്നു, പക്ഷെ അവരാരും വന്നില്ല. അവസാനം മുസ്ലിങ്ങളുടെ ഭാഗം പറയാൻ രാഹുൽ ഈശ്വറാണ് വന്നത്. ഇയാൾക്ക് വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടുന്ന സംഘപരിവാറിൻ്റെ വെബ്സൈറ്റുകളിൽ നിന്ന് കിട്ടുന്ന കളവുകൾ ഛർദ്ദിക്കാൻ, വ്യാജ പ്രചരണങ്ങൾ ഛർദ്ദിക്കാനൊക്കെ ഇയാൾക്കൊരു അവസരം വേണം, ഒരു വേദി വേണം. അപ്പോൾ അതിന് മുസ്ലിം പണ്ഡിതന്മാരെ ആരെയും നിന്നു കൊടുക്കാൻ കിട്ടിയില്ല എന്നുള്ള ഒരു പരാതിയാണ് ഇയാൾ മറ്റൊരു രൂപത്തിൽ പറയുന്നത്. ഇത്തരം ആളുകളുടെ മുമ്പിലേക്ക് ചെന്നു കൊടുത്താൽ അവരെന്താണ് പറയുക എന്നുള്ളത് വ്യക്തമായി അറിയുന്നവരാണ് മുസ്ലിം പണ്ഡിതന്മാർ. കുറേ കളവുകൾ കൂട്ടിച്ചേർത്ത് ഒരു കെട്ടുകഥയുണ്ടാക്കി അത് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുക, ഇസ്ലാമിനെയും പരിശുദ്ധ പ്രവാചകനെയും ഒക്കെ കരിവാരിത്തേക്കാൻ ശ്രമിക്കുക, മുസ്ലിങ്ങളെ മാക്സിമം പ്രകോപിപ്പിക്കുക, ഇതൊക്കെയാണ് ഇവരുടെ സംവാദങ്ങളിൽ ഉണ്ടാവുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾക്ക് മുസ്ലിം പണ്ഡിതന്മാർ നിന്ന് കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. അവരൊരു പണിയില്ലാതെ ഇസ്ലാമിലേക്ക് ആരെയും കിട്ടാതെ ഇടങ്ങാറായിരിക്കുകയാണോ മുസ്ലിം പണ്ഡിതന്മാർ? അങ്ങനെയൊക്കെ ഒരു അവസ്ഥ ഉണ്ടെങ്കിലല്ലേ ഇയാളുടെ മുമ്പിലേക്ക് ചെന്ന് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. അവരൊക്കെയും നല്ല തിരക്കിലാണ് മുസ്ലിം പണ്ഡിതന്മാർ. ഇസ്ലാമിൻ്റേതായിട്ടുള്ള വൈജ്ഞാനിക ലോകം കെട്ടിപ്പടിക്കാനും അത് പ്രചരിപ്പിക്കുന്നതിലുള്ള തിരക്കിലാണ് മുസ്ലിം പണ്ഡിതന്മാരൊക്കെയും. അവർക്കൊരിക്കലും ഇത്തരം മുസ്ലിം വിരോധികളുടെ മുമ്പിലേക്ക് ചെന്ന് കൊടുക്കേണ്ട യാതൊരു കാര്യവുമില്ല. അല്ലാതെ തന്നെ ഇസ്ലാമിലേക്ക് ആളുകൾ ഇങ്ങനെ കുത്തൊഴുകിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ക്രൈസ്തവർ കൂടുതലുള്ള യൂറോപ്പിലും അമേരിക്കയിലുമാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഇസ്ലാമിലേക്ക് വരുന്നത്. ആളുകൾ സ്വമേധയാ പഠിച്ച് മനസ്സിലാക്കിയിട്ടാണ് വരുന്നത്. ചില ആളുകൾ ഇസ്ലാമിനെ വിമർശിക്കാൻ വേണ്ടി പഠിക്കുമ്പോൾ അവർക്ക് തോന്നുകയാണ് വിമർശിക്കപ്പെടുന്ന ഇസ്ലാം ആണ് യഥാർത്ഥത്തിൽ സത്യമെന്നുള്ളത് അവർക്ക് തോന്നിയിട്ടാണ് അവർ വരുന്നത്. അപ്പോൾ അങ്ങനെ ഒരുപാട് ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വരുമ്പോൾ പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് ഇത്തരക്കാർക്ക് മുമ്പിലേക്ക് പോയിട്ട് ഇസ്ലാമിക പ്രബോധനം നടത്തേണ്ടത്? ഏതായാലും അനിൽകുമാർ അയ്യപ്പൻ ആ സംവാദത്തിൽ പറഞ്ഞ ബാക്കി കളവുകൾ കൂടി നമുക്കൊന്ന് പരിശോധിക്കാം, എന്നിട്ട് ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കാം. കള്ളനോട്ട് ഉണ്ടാകുന്നത് ഒറിജിനൽ നോട്ടുള്ളതുകൊണ്ടാണ്, നമുക്കറിയാം. ആ ഒറിജിനൽ നോട്ടിനോട് പരമാവധി അനുകരിച്ച ഒറിജിനൽ നോട്ടിനെ പരമാവധി അനുകരിച്ചാണ് കള്ളനോട്ട് ഇറങ്ങുന്നത്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇഷ്ടംപോലെ സാമ്യങ്ങൾ കാണും. സാമ്യങ്ങളുള്ളതുകൊണ്ട് രണ്ടും ഒന്നാണോ? ഇന്ത്യ ഗവൺമെൻറ് അടിച്ചിറക്കിയ ഒറിജിനൽ നോട്ടും ഇവിടെ ഏതെങ്കിലും ഒരുത്തന്നെ അടിച്ചിറക്കിയ കള്ളനോട്ടും ഒന്നാണോ? ഒരിക്കലും ആവുകയില്ല. അപ്പോൾ സാമ്യങ്ങളല്ല, നമ്മൾ എന്ത് ചെയ്യാണ്? വ്യത്യാസങ്ങളുണ്ടോ നോക്കണം. അയാൾ പറയുന്നത് ഒറിജിനൽ യേശു ഒറിജിനൽ നോട്ട് പോലെ ആണെന്നും, എന്നാൽ ഖുർആനിൽ പറയുന്ന ഈസാ നബി വ്യാജ നോട്ട് പോലെ അല്ലെങ്കിൽ കള്ളനോട്ട് പോലെ ആണെന്നുമാണ് അയാൾ പറയുന്നത്. മാത്രമല്ല യേശുവിൻ്റെ ജീവിതം കോപ്പി അടിച്ചുകൊണ്ട് ഈസാ നബി എന്നൊരു കഥാപാത്രത്തെ രൂപപ്പെടുത്തി ഉണ്ടാക്കിയെടുത്തതാണ് പരിശുദ്ധ ഖുർആനിൽ ഈസാ നബിയെ പറ്റി കാണുന്ന ആയത്തുകളൊക്കെയും. അതായത് മുസ്ലിങ്ങൾ വിശ്വസിക്കുന്ന ഈസാ നബി എന്നൊരു വ്യക്തിയില്ല, യേശു ഈസാ നബി അല്ല, അത് കേവലം ഒരു കെട്ട് കഥാപാത്രം മാത്രമാണ്. യേശുവിൻ്റെ ചരിത്രം കോപ്പിയടിച്ച് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രൂപപ്പെടുത്തിയ ഒരു കഥാപാത്രം മാത്രമാണ് ഈസാ നബി എന്നാണ് അയാൾ പറഞ്ഞു വെക്കുന്നത്. യേശുവും ഈസാ നബിയും ഒരാളല്ല എന്നുള്ള തൻ്റെ വാദം സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ് അയാളിങ്ങനെ പറയുന്നത്. ഈ വ്യാജനോട്ടിൻ്റെ ഉദാഹരണമൊക്കെ അതിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. അത് സ്പോട്ടിൽ തന്നെ രാഹുൽ ഈശ്വർ പൊളിച്ച് കയ്യിൽ കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഉദാഹരണം ഒരിക്കലും അവിടെ ഫിറ്റാകൂല എന്ന് സ്പോട്ടിൽ തന്നെ ഉദാഹരണ സഹിതം രാഹുൽ ഈശ്വർ പൊളിച്ച് കയ്യിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ തന്നെ പറഞ്ഞു, ഇന്ത്യയിലെ ഒരു കോടതി ഖുർആനിലെ ആയത്തുകൾ നിരോധിച്ചിട്ടുണ്ടെന്ന് പച്ചക്കള്ളം പറഞ്ഞപ്പോൾ അത് സ്പോട്ടിൽ പൊളിച്ച് കൈ കൊടുത്തു. അവസാനം അയാൾക്ക് സമ്മതിക്കേണ്ടി വന്നു അങ്ങനെ ഒരു കോടതിയും നിരോധിച്ചിട്ടില്ല എന്ന്. ഇതേപോലെ തന്നെ വ്യാജനോട്ടിൻ്റെ ഉദാഹരണ സഹിതം ഇയാൾ സ്ഥാപിക്കുകയാണ് ഈസാ നബിയും യേശു ക്രിസ്തുവും ഒന്നല്ല, ഈസാ നബി എന്നുള്ളത് വെറും കെട്ട് കഥാപാത്രമാണെന്ന് സ്ഥാപിക്കുകയാണ്. എന്നാൽ അതേ സ്പോട്ടിൽ തന്നെ രാഹുൽ ഈശ്വർ വീണ്ടും പൊളിച്ച് കയ്യിൽ കൊടുത്തു. ഈ ഒരു ഉദാഹരണമൊന്നും ഇവിടെ ഫിറ്റാവില്ല എന്നുള്ളത്. രാഹുൽ ഈശ്വറിൻ്റെ ഭാഗം നമുക്കൊന്ന് കേൾക്കാം. അദ്ദേഹം പറയുണ്ടായി, 2 നോട്ടുകൾ, ഒരു നോട്ട് ശരിയായ നോട്ട്, മറ്റൊരു നോട്ട് കള്ളനോട്ട്. ഒരു ചെറിയ വ്യത്യാസം വന്നാൽ പോലും കള്ളനോട്ടല്ലേ? സംശയമില്ല. അങ്ങനെയാണെങ്കിൽ ഇതൊരു ലോജിക്കൽ ഫാലസിയാണ്. അതിൻ്റെ പേര് പ്രൂഫ് ബൈ എക്സാമ്പിൾ എന്നാണ്, അഥവാ ഉപമ കൊണ്ട് തെളിയിക്കുന്നു എന്നൊരു എക്സാമ്പിളാണ്. അതായത് ഒരു നോട്ടിൽ ചെറിയൊരു കുത്തും കോമയും അറിയാൽ പോലും അത് കള്ളനോട്ടാണെന്ന കാര്യത്തിൽ സംശയമില്ല. അങ്ങനെയാണെങ്കിൽ
റോമൻ കത്തോലിക്ക ചർച്ച്, ഈസ്റ്റേൺ ഓർത്തഡോക്സ് ചർച്ച്, ഗ്രീക്ക് ഓർത്തഡോക്സ്, റഷ്യൻ ഓർത്തഡോക്സ്, സെർബിയൻ ഓർത്തഡോക്സ്, കോപ്റ്റിക് ഓർത്തഡോക്സ്, അർമേനിയൻ അപ്പോസ്റ്റലിക്, സിറിയൻ ഓർത്തഡോക്സ്, ചർച്ച് ഓഫ് ഇംഗ്ലണ്ട്, വേൾഡ് വൈഡ് ആംഗ്ലിക്കൻ കമ്മ്യൂണിയൻ, മാർട്ടിൻ ലൂതേഴ്സ് റിഫോർമേഷൻ, ഡച്ച് റിഫോംഡ്, മെത്തോഡിസ്റ്റ്, ബാപ്റ്റിസ്റ്റ് ചർച്ച്, പെന്തക്കോസ്റ്റൽ. ഇതിൽ ഏതാണ് കള്ളനോട്ട്? ഇതെല്ലാം ഒന്ന് തന്നെയാണെന്ന് ആർക്കും അഭിപ്രായമില്ലല്ലോ. ഇതിലെല്ലാം അതിൻ്റെതായ വ്യത്യാസങ്ങളില്ലേ? അപ്പം കള്ളനോട്ടിന്റെ ഉദാഹരണം ഇവിടെ ആപ്ലിക്കബിൾ അല്ല. ഇതിൽ ഏതെങ്കിലും ഒരാൾ പറയുകയാണ് ഞങ്ങളുടെ നോട്ടാണ് ശരി, ഞങ്ങളോട് വ്യത്യാസമുള്ളവരുടെ നോട്ട് ശരിയല്ലെന്ന് പറഞ്ഞാൽ അത് കള്ളനോട്ടാണെന്ന് അംഗീകരിക്കാൻ പറ്റും. അപ്പോൾ കള്ളനോട്ട് പോലുള്ള ഉദാഹരണങ്ങൾ ഈ മേഖലയിൽ ആപ്ലിക്കബിൾ അല്ല. പകരം വ്യത്യസ്ത നോട്ടുകൾ ഉള്ളതുപോലെ, വ്യത്യസ്ത കറൻസികൾ ഉള്ളതുപോലെ വ്യത്യസ്ത വ്യാഖ്യാനങ്ങളുണ്ട് എന്ന രീതിയിൽ എടുക്കുക അല്ലാതെ വേറെ വഴിയില്ല. ഒരു നോട്ട് മാത്രമാണ് ശരിയെന്നും ആ നോട്ടിനോട് സിമിലാരിറ്റി ഉള്ള മറ്റു നോട്ടുകൾ ഉണ്ടെങ്കിൽ അത് കള്ളനോട്ടാണെന്നും പറഞ്ഞപ്പോഴാണ് ഞാൻ പറഞ്ഞത്, ലോകത്തിൽ അങ്ങനെയാണെങ്കിൽ എത്രയോ വ്യത്യസ്ത സഭകളും വ്യാഖ്യാനങ്ങളും ഉണ്ട്. ഏതെങ്കിലും ഒന്ന് കള്ളനോട്ടാണ് നമ്മൾ പറയുന്നുണ്ട്. രാഹുൽ ഈശ്വർ ചോദിക്കുന്നത് നമ്മൾ കേട്ടല്ലോ. ഒറിജിനൽ നോട്ടിൽ നിന്ന് ചെറിയ ഒരു പുള്ളിക്കോ അല്ലെങ്കിൽ ഒരു വരക്കോ മാറ്റമുണ്ടായാൽ പോലും അത് വ്യാജ നോട്ടാണ്. ചെറിയൊരു വ്യത്യാസമുണ്ടെങ്കിൽ പോലും വ്യാജ നോട്ടാണെങ്കിൽ ക്രിസ്ത്യാനികളിൽ തന്നെ ഒരുപാട് വിഭാഗങ്ങളുണ്ട്. ആ വിഭാഗങ്ങൾ തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. അതെല്ലാം വ്യാജമാണെന്ന് സമ്മതിക്കേണ്ടി വരില്ലേ? ഈ ലോകത്തെ ഏറ്റവും വലിയ ക്രൈസ്തവ സഭയായ കത്തോലിക്ക സഭയും അതിൻ്റെ തലവനായ പോപ്പുമൊക്കെ വ്യാജന്മാരാണെന്ന് സമ്മതിക്കേണ്ടി വരില്ലേ എന്ന് രാഹുൽ ഈശ്വർ തിരിച്ച് ചോദിച്ചപ്പോൾ ഇയാൾക്ക് ഉത്തരം മുട്ടിപ്പോയി. കാരണം അത് വ്യാജന്മാരാണെന്ന് ഇയാൾ പറഞ്ഞു കഴിഞ്ഞാൽ ക്രൈസ്തവ ലോകത്ത് വലിയ പ്രശ്നങ്ങളുണ്ടാവും. ഇയാൾക്ക് പിന്നെ അവിടെ ജീവിക്കാൻ കഴിയില്ല. സത്യത്തിൽ ഈസാ നബിയും ഇസ്ലാമും വ്യാജമാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ കള്ളനോട്ട് ഉദാഹരണം ഇയാൾ കൊണ്ടുവന്നത്. പക്ഷേ തങ്ങളുടെ ഉള്ളിലുള്ള മറ്റു പ്രസ്ഥാനങ്ങളിൽ തന്നെ ഒരുപാട് വ്യത്യാസങ്ങളുണ്ടല്ലോ. അപ്പോൾ ഒറിജിനൽ നോട്ടും വ്യാജ നോട്ടും പോലെ ചെറിയ വ്യത്യാസമുണ്ടെങ്കിൽ ഇതൊക്കെയും വ്യാജന്മാരാണെന്ന് നിങ്ങൾ സമ്മതിക്കേണ്ടി വരില്ല എന്ന് തിരിച്ചു ചോദിച്ചപ്പോൾ ഉത്തരം മുട്ടിപ്പോയി. അയാൾ കൊണ്ടുവന്ന ഉദാഹരണം റബ്ബർ പന്ത് പോലെ അയാളിലേക്ക് തന്നെ തിരിച്ചടിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. പോപ്പടക്കമുള്ള ലോകത്തെ ഏറ്റവും വലിയ ക്രൈസ്തവ സഭയായ കത്തോലിക്ക സഭ അടക്കം വ്യാജന്മാരാണെന്ന് അയാൾക്ക് പറയാൻ പറ്റുമോ? ഇവരിൽ നിന്നും അവർക്ക് ഒരുപാട് വ്യത്യാസമുണ്ടല്ലോ, അതുകൊണ്ട് അവർ വ്യാജനും ഇവർ ഒറിജിനലാണെന്ന് ഇവർക്ക് പറയാൻ പറ്റുമോ? ഏതായാലും അയാൾ ബാക്കി പറയട്ടെ. ഈസ എന്നുള്ള പേരിന് വല്ല അർത്ഥമുണ്ടോ? ഈസ ആരിനെ രക്ഷിക്കാൻ വന്നതാണോ? ഒന്നുമില്ല. ഈസയുടെ വരവിൻ്റെ ഉദ്ദേശം പറയുന്നുണ്ട് കൃത്യമായിട്ട്. ഈസ എന്തിനാണ് വന്നതെന്നുള്ള കാര്യം ഖുറാനിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇസ്രായേൽ സന്തതികൾക്ക് നിഷിദ്ധമായത് അനുവദിക്കാൻ വേണ്ടിയാണ്. അതായത് ഇപ്പോൾ പന്നിമാംസമൊക്കെ നിഷിദ്ധമാണല്ലോ അവർക്ക്. അപ്പോൾ അതേപോലെ നിഷിദ്ധമായ പല കാര്യങ്ങളും അനുവദിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് ഈസ വന്നതെന്നാണ് അവരുടെ ഇതിനകത്ത് പറയുന്നത്. ഈസ തന്നെ പറയുന്നത്, ഈസയുടെ വായ കൊണ്ട് പറയുന്ന കാര്യമാണ്. അത്രേ ഉള്ളൂ, അല്ലാതെ മനുഷ്യനെ രക്ഷിക്കാൻ വന്നതല്ല. യേശുക്രിസ്തു ഭൂമിയിലേക്ക് വന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? ലക്ഷ്യം എന്താണ്? മനുഷ്യരുടെ പാപത്തിന് പരിഹാരമായി കുരിശി മരിക്കുക. അത് നിഷേധിച്ചുകൊണ്ടുള്ള ഒരു യേശുവിനെ എങ്ങനെ അംഗീകരിക്കാൻ പറ്റുമെന്നാണ് ചോദിച്ചത്. അല്ലാതെ പുസ്തകങ്ങൾ എത്രയുണ്ട് എന്നുള്ളതല്ല. ദൃക്സാക്ഷികൾ അവർ നേരിട്ട് കണ്ടതും കേട്ടതും അനുഭവിച്ചതുമായ കാര്യങ്ങൾ രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. എന്നാൽ അത് കഴിഞ്ഞ് 600 വർഷത്തിന് ശേഷം കേവലം കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിൽ മാത്രം ആ പ്രദേശത്തുകാരനെ അല്ല, ആ ഭാഷ സംസാരിക്കുന്നവനല്ല, ആ കൾച്ചർ എന്താണെന്നറിയില്ല, ദൂര സ്ഥലത്തുള്ള മറ്റൊരാൾ ഊഹാവാഹങ്ങളുടെ അടിസ്ഥാനത്തിൽ എഴുതി ഉണ്ടാക്കിയ ഒരു വ്യക്തിത്വമാണ് ഈസ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈസാ നബി വന്നത് ജൂതന്മാർക്ക് നിഷിദ്ധമായ കാര്യം അനുവദിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ യേശു വന്നത് മനുഷ്യരുടെ പാപപരിഹാരത്തിനായി കുരിശിൽ തറക്കപ്പെട്ട് മരിക്കാൻ വേണ്ടിയിട്ടാണ്. കുരിശിൽ തറക്കപ്പെട്ടാലേ മനുഷ്യരുടെ പാപങ്ങൾ പൊറുക്കാൻ ദൈവത്തിന് കഴിയൂ എന്നൊരവസ്ഥ വന്നാൽ അത് ദൈവത്തിൻ്റെ ബലഹീനതയാണെന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു. ദൈവത്തിന് യാതൊരു പ്രയാസവും ഇല്ലാതെ മനുഷ്യരുടെ പാപങ്ങൾ പൊറുക്കാൻ കഴിയണം. എന്നാലേ ദൈവത്തിന് എല്ലാ കഴിവുണ്ടെന്ന് പറയാൻ പറ്റുള്ളൂ. ദൈവം വലിയ ശക്തനാണ്, എല്ലാ കഴിവുമുള്ള ആളാണെന്ന് പറയണമെങ്കിൽ ദൈവത്തിന് ഒരു പ്രയാസവും ഇല്ലാതെ തന്നെ എല്ലാ കാര്യങ്ങളും നടക്കണം. ഇത് മനുഷ്യനായി അവതരിച്ച് ഭൂമിയിലേക്ക് വന്ന് വളരെ പ്രയാസപ്പെട്ട് ജീവിച്ച് വളരെ പ്രയാസപ്പെട്ട് കുരിശിൽ തറച്ച് മരണപ്പെട്ടാലേ മനുഷ്യരുടെ പാപങ്ങൾ പൊറുക്കാൻ ദൈവത്തിന് കഴിയൂ എന്ന് പറയുമ്പോൾ ഇത് ദൈവത്തിൻ്റെ ബലഹീനതയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. മാത്രമല്ല യേശു എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഞാൻ വന്നത് കുരിശിൽ തറക്കപ്പെട്ട് മരിക്കാൻ വേണ്ടിയിട്ടാണ്, അങ്ങനെ ഞാൻ കുരിശിൽ തറക്കപ്പെട്ട് മരിച്ചാലേ നിങ്ങളെ പാപങ്ങൾ പൊറുക്കപ്പെടൂ എന്ന് യേശു എന്തെങ്കിലും ജീവിതകാലത്ത് പറഞ്ഞിട്ടുണ്ടോ തൻ്റെ ശിഷ്യന്മാരോട്? അങ്ങനെ ഒരു വചനം യേശു പറഞ്ഞതായി ബൈബിളിൽ കാണിക്കാൻ പറ്റുമോ അവർക്ക്? അതൊന്നും കഴിയൂല. പിന്നെ ആരൊക്കെയോ എഴുതി വെച്ചത് വെറുതെ അങ്ങോട്ട് പറയാം യേശുവിൻ്റെ വചനമാണെന്നൊക്കെ പറഞ്ഞിട്ട്. ദൈവത്തിന് മനുഷ്യരുടെ പാപം പൊറുക്കാനോ അതിൻ്റെ പരിഹാരമായിട്ടോ കുരിശിൽ തറക്കപ്പെട്ട് മരിക്കേണ്ട ഒരവസ്ഥ ഒരിക്കലും ഉണ്ടാവുകയില്ല. അല്ലാതെ തന്നെ ദൈവത്തിന് എല്ലാ പാപങ്ങളും പൊറുക്കാൻ കഴിയുമെന്ന് തന്നെയാണ് ഞങ്ങളുടെയൊക്കെ വിശ്വാസം. അതിനുള്ള കഴിവ് ദൈവത്തിനുണ്ട് എന്ന് തന്നെയാണ്. പിന്നെ ഇയാൾ പറയുന്നത് ഈസാ നബി വന്നത് നിഷിദ്ധമായത് അനുവദനീയമാക്കാൻ വേണ്ടിയിട്ടാണ്. ഉദാഹരണത്തിന് പന്നിമാംസം പോലുള്ള നിഷിദ്ധമായ കാര്യങ്ങളൊക്കെ അനുവദിക്കാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളത് എന്നും ഈസാ നബി തന്നെ പറഞ്ഞു എന്ന് അയാൾ പറയുന്നത്. എന്നാൽ ഈസാ നബി പറഞ്ഞ വേറെയും കുറേ കാര്യങ്ങളുണ്ടല്ലോ, അതൊക്കെ നമുക്ക് നോക്കാം. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം.
ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ബനി ഇസ്രായേൽക്കാരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാനും എനിക്ക് ശേഷം വരാനിരിക്കുന്ന അഹമ്മദ് എന്ന പ്രവാചകനെക്കുറിച്ച് സന്തോഷ വാർത്ത അറിയിക്കാനുമാണ് ഞാൻ വന്നത് എന്ന് കൃത്യമായി ഈസാ നബി പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാമല്ലോ ഖുർആൻ വചനം. അഹമ്മദ് എന്നാൽ മുഹമ്മദ് നബിയെക്കുറിച്ചാണ്. ഇനി വേറെ ഒരു ആയത്ത് നോക്കാം. ഇതിൽ പറയുന്നു, നിങ്ങളുടെ രക്ഷിതാവിൻ്റെ ദൃഷ്ടാന്തവുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് എന്ന് ഈസാ നബി പറയുമെന്ന് അള്ളാഹു നേരത്തെ തന്നെ പറയുകയാണ് ഈ വചനത്തിലൂടെ. എൻ്റെ രക്ഷിതാവിൻ്റെ, അതായത് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തം എന്നാണ് ഈസാ നബി പറഞ്ഞത്, അല്ലാതെ എൻ്റെ ദൃഷ്ടാന്തം എന്നല്ല ഈസാ നബി പറഞ്ഞത്. അപ്പോൾ ഇയാളൊരു ഖുർആൻ വചനത്തിന് ചൊല്ലിക്കൊണ്ട് മൂസാ നബി അങ്ങനെ പറഞ്ഞു എന്ന് ഇയാൾ പറയുന്നുണ്ടല്ലോ. എന്നാൽ ഈ ആയത്തുകൾ കൂടി പറയണ്ടേ? ഈ ആയത്തുകളിലൂടെ ഈസാ നബി എന്താ പറഞ്ഞത്? എൻ്റെ രക്ഷിതാവിൻ്റെ ദൃഷ്ടാന്തം എന്നാണ്. അപ്പോൾ അതെന്തുകൊണ്ട് ഇയാൾ എടുത്ത് പറയുന്നില്ല? കുറേ അത്ഭുതങ്ങൾ കാണിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ആ ആയത്തിൻ്റെ അവസാനം ഈസാ നബി പറയുന്നുണ്ട്, അള്ളാഹുവിൻ്റെ അനുമതിയാൽ മരിച്ചവരെ ജീവിപ്പിക്കുമെന്ന്. അപ്പോൾ രക്ഷിതാവ് എന്നാൽ അള്ളാഹുവാണെന്ന് ഈസാ നബി തന്നെ ഈ ഖുർആൻ വചനങ്ങളിലൂടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഈ ആയത്തുകളൊന്നും എന്തുകൊണ്ട് അനിൽകുമാർ അയ്യപ്പൻ പറയുന്നില്ല? ഞാൻ വന്നത് ജൂതന്മാർക്ക് നിഷിദ്ധമായത് അനുവദനീയമാക്കാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളത് അയാൾ ഖുർആൻ വചനത്തിലൂടെ പറഞ്ഞു. ആ ഖുർആൻ വചനം വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഈ ഖുർആൻ വചനവും നിങ്ങൾ വിശ്വസിക്കണ്ടേ? അല്ലാതെ മുമ്പുള്ള ആയത്ത് മറച്ചു വെച്ചുകൊണ്ട് ശേഷമുള്ള ആയത്ത് മാത്രം വായിച്ചിട്ട് ജനങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുക എന്ന് പറയുമ്പോൾ അത് തികച്ചും ഒരു വ്യാജ പ്രചരണം തന്നെയല്ലേ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുതിയതോ നബിയുടെ കാലത്ത് ക്രോഡീകരിക്കപ്പെട്ടതോ ആണ് പരിശുദ്ധ ഖുർആൻ എന്ന് ഇയാൾക്ക് തെളിയിക്കാൻ സാധിച്ചാൽ, ഇയാൾക്കെന്നല്ല ആർക്ക് തെളിയിക്കാൻ സാധിച്ചാലും ഇവർ പറയുന്നതൊക്കെ നമുക്ക് അംഗീകരിച്ചു കൊടുക്കാം. ഇത് അള്ളാഹുവിൻ്റെ വചനങ്ങളാണ് എന്നാണല്ലോ മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നത്. അള്ളാഹുവിന് കാലമോ ദൂരമോ ഒന്നുമില്ല. 600 കൊല്ലം എന്നൊക്കെ പറയുമ്പോൾ അള്ളാഹുവിന് 600 കൊല്ലമാണെങ്കിലും 6000 കൊല്ലമാണെങ്കിലും ഒക്കെ സമാണ്. മനുഷ്യന്മാർ 600 കൊല്ലം കഴിഞ്ഞിട്ട് ചരിത്രം എഴുതുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും പാളിച്ച വരും, മാറ്റങ്ങൾ വരും. എന്നാൽ അള്ളാഹുവിന് ഈ കാലത്തിൻ്റെ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ 6000 വർഷമുള്ള ചരിത്രങ്ങൾ പോലും അള്ളാഹുവിന് കൃത്യമായിട്ട് ഖുർആനിൽ കൊടുക്കാം, ഒരു പിഴവും പറ്റില്ല. 5000 വർഷമുള്ള ഇബ്രാഹിം നബിയുടെ ചരിത്രം കൃത്യമായി കൊടുത്തിട്ടുണ്ടല്ലോ. മനുഷ്യൻ ഭൂമിയിലേക്ക് വന്ന ചരിത്രം, ആദം നബിയുടെ ചരിത്രം കൊടുത്തിട്ടുണ്ടല്ലോ. അതൊക്കെ ഇയാൾ പറയുന്നത് പോലെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ട് കേൾവി കൊണ്ട് എഴുതിയതാണോ? ആ ചരിത്രം പിന്നെ എവിടെ നിന്ന് കിട്ടി? മനുഷ്യൻ ഭൂമിയിലേക്ക് വന്നതിന് ശേഷമുള്ള ചരിത്രമല്ലേ കേട്ട് കേൾവിയിലൂടെ കിട്ടുള്ളൂ. അതിനു മുമ്പ് ആദാമിനെ പടച്ചതും സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയതൊക്കെ ചരിത്രം എവിടെ നിന്ന് കിട്ടി? ഇതൊക്കെ കേട്ട് കേൾവിയിലൂടെ ലഭിച്ച ചരിത്രമാണെന്ന് ഒരു നിലക്കും തെളിയിക്കാനോ അങ്ങനെ വാദിക്കാൻ തന്നെ കഴിയില്ല. ബൈബിളിൽ നിന്ന് കോപ്പി അടിച്ചതാണെന്ന് ഇവരെപ്പോഴും പറയാറുണ്ട്. ബൈബിളില്ലാത്ത എന്തൊക്കെ കാര്യങ്ങൾ ഖുർആനിലുണ്ട്. അപ്പോൾ അതൊക്കെ എവിടെ നിന്ന് കോപ്പി അടിച്ചതാണ്? അതൊന്നും പ്രവാചകൻ്റെ കാലത്തുള്ള മനുഷ്യർക്കോ അതിനു മുമ്പുള്ള മനുഷ്യർക്കൊന്നും അറിയാത്ത ചരിത്രങ്ങളാണ്. ഏതെങ്കിലും ഒരാൾ പറഞ്ഞു കൊടുത്ത ചരിത്രം എന്നുള്ളത് ഇവർക്ക് എന്തെങ്കിലും തെളിവ് കിട്ടിയിട്ടുണ്ടോ? അല്ലെങ്കിൽ ബൈബിൾ വായിക്കാനോ ബൈബിൾ വായിച്ച് എഴുതാനോ എഴുത്തും വായനയും പഠിച്ച ഒരാളല്ലല്ലോ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ ഇന്ന് ആധുനിക ശാസ്ത്രം കണ്ടെത്തിയ ഒരുപാട് കാര്യങ്ങൾ ശാസ്ത്രത്തിൻ്റെ കണിക പോലുമില്ലാത്ത ആ 14 നൂറ്റാണ്ട് മുമ്പ് ഖുർആനിലുണ്ടെന്ന് പറയുമ്പോൾ അത് ഒരു നിലക്കും മനുഷ്യൻ്റെ കൃതിയല്ല എന്നുള്ളത് വ്യക്തമല്ലേ? കാരണം ഒരു ദൈവത്തിൻ്റെ സഹായമില്ലാതെ ഈ ആധുനിക കാലത്ത് നടക്കുന്ന കാര്യങ്ങൾ എങ്ങനെയാണ് 14 നൂറ്റാണ്ട് മുമ്പുള്ള ഖുർആനിലുണ്ടാവുക? ഇനിയുമുണ്ട് ഒരുപാട് പച്ചക്കളവുകൾ. ഇവരുടെ വാദം സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ഈസാ നബിയെ വളരെ മോശമായി ചിത്രീകരിച്ച് നിസ്സാരവൽക്കരിച്ച് അവതരിപ്പിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അതൊന്ന് കണ്ടിട്ട് ബാക്കി പറയാം. ഈസാ നബി എന്ന് പറയുന്നത് കേവലം ഒരു മിന്നാമിനിങ്ങാണ്. ഈ രാത്രിയിൽ നമ്മൾ കാണുമ്പോൾ മിന്നാമിനിങ്ങിനെ വെളിച്ചമൊക്കെ കാണും. പക്ഷേ നട്ടുച്ച നേരത്ത് സൂര്യൻ്റെ ആ ചൂട് ആ വെളിച്ചത്തിൻ്റെ കീഴെ മിന്നാമിനിങ്ങ് നമ്മുടെ കണ്ണിന് മുമ്പിൽ കൂടി പോയി പറന്ന പോലെ നമ്മൾ കാണില്ല. അത്രമാത്രം നിസ്സാരമാണത്. അപ്പോൾ ആ വ്യത്യാസമുണ്ട് ഇവിടെ, മനസ്സിലായോ? അതുപോലെയാണ് യേശുക്രിസ്തു ഒരു മഹാദീപസ്തംഭമായിട്ട് നിൽക്കുകയാണ്. ലോകത്തിൻ്റെ വെളിച്ചമാണ്, അനേകർക്ക് വഴി കാട്ടുന്നവനാണ്. ആ യേശുക്രിസ്തുവിനെ കേവലം ഒരു കരിന്തിരി കത്തുന്ന ഒരു ചെറിയൊരു മണ്ണെണ്ണവിളക്കായിരിക്കുന്ന ഈസയോടൊക്കെ ഊമിച്ച് ഇത് രണ്ടും ഒന്നാണെന്ന് പറഞ്ഞാൽ എങ്ങനെ അംഗീകരിക്കാൻ പറ്റും? ഇവരുടെ വാദം സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ് ഈ നിലയ്ക്ക് അള്ളാഹുവിൻ്റെ പ്രവാചകൻ എന്ന് മുസ്ലിങ്ങൾ വിശ്വസിക്കുന്ന ഈസാ നബിയെ ഈ രീതിയിൽ തരം താഴ്ത്തുന്നത്, ഈ രീതിയിൽ കരിവാരിത്തേക്കുന്നത്. യേശുവും ഈസാ നബിയും ഒന്നല്ല രണ്ടാണ് എന്നുള്ളതാണ് ഇവരുടെ വാദമെങ്കിൽ ആയിക്കോട്ടെ. അത് തിരുത്താനോ അതല്ലെങ്കിൽ ഒന്നാണെന്ന് പറയാനോ മുസ്ലിങ്ങൾ ആരും നിങ്ങളുടെ അടുത്തേക്ക് വരുന്നില്ല. നിങ്ങളുടെ അടുത്തേക്ക് ഈ ഒരു വാദവുമായിട്ട് ഒരു മുസ്ലിം പണ്ഡിതനും വന്നിട്ടുണ്ടാവില്ല. കാരണം ഞങ്ങൾക്ക് അതിലൊന്നും വലിയൊരു കാര്യമില്ല. നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവമായ കുരിശിൽ തറക്കപ്പെട്ട യേശു അല്ല ഞങ്ങളുടെ ഈസാ നബി. കാരണം ഈസാ നബി കുരിശിൽ തറക്കപ്പെട്ടിട്ടില്ല, മരിച്ചിട്ടില്ല എന്നുള്ളത് ഞങ്ങളുടെ വിശ്വാസം. അന്ന് കുരിശിൽ തറക്കപ്പെട്ടത് മറ്റൊരു വ്യക്തിയാണ് എന്ന് നിങ്ങൾ ഖുർആൻ പറയുന്നുണ്ട്, മുസ്ലിം പണ്ഡിതന്മാർ ആവർത്തിച്ച് പറയുന്നുണ്ട്. അപ്പോൾ കുരിശിൽ തറക്കപ്പെട്ട വ്യക്തിയും ഈസാ നബിയും രണ്ടും രണ്ട് തന്നെയാണ്. പക്ഷേ രണ്ടും ഒരാളാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. കുരിശിൽ തറക്കപ്പെട്ടതും യേശുവും ഒരാളാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. അത് ശരിയല്ല എന്ന് മാത്രമേ ഞങ്ങൾ പറയുന്നുള്ളൂ.
പിന്നെ ചരിത്രങ്ങൾ പഠിക്കുമ്പോൾ പരിശുദ്ധ ഖുർആനിൽ പറയുമ്പോൾ യേശുവിൻ്റെ ജീവിതകാലത്ത് സംഭവിച്ച നിങ്ങൾ പറയുന്ന ചരിത്രവും ഈസാ നബിയുടെ ജീവിതകാലത്ത് പരിശുദ്ധ ഖുർആൻ പറയുന്ന ചരിത്രവും ഒരേ ചരിത്രമാണ്. ഒരേ രീതിയിലുള്ള അത്ഭുതങ്ങൾ കാണിച്ചവരാണ്. ഒരേ രീതിയിലാണ് ജനനം നടന്നിട്ടുള്ളത്, ജീവിച്ചത്. അപ്പോൾ അത് രണ്ടും ഒരു വ്യക്തിയെക്കുറിച്ചാണ്. പിന്നെ ആ ഈസാ നബിയിലുള്ള നിങ്ങളുടെ വിശ്വാസം മറ്റൊരു നിലക്കാണ്, മുസ്ലിങ്ങളുടെ വിശ്വാസം മറ്റൊരു നിലക്കാണ്. ഇങ്ങനെ രണ്ട് വിഭാഗം രണ്ട് രീതിയിൽ മനസ്സിലാക്കി എന്നതുകൊണ്ട് അത് രണ്ടും രണ്ടാളാണെന്ന് എങ്ങനെ വാദിക്കാൻ കഴിയും? അങ്ങനെയാണെങ്കിൽ സവർക്കർ എന്നൊരാൾ ഇന്ത്യ രാജ്യത്ത് ജീവിച്ചിരുന്നല്ലോ. ആ സവർക്കറിനെ കുറിച്ച് എല്ലാവരും ഒരുപോലെയാണോ മനസ്സിലാക്കിയിട്ടുള്ളത്? ഒരു കൂട്ടർ മനസ്സിലാക്കുന്നത് അയാൾ ബ്രിട്ടീഷുകാരുടെ കാലത്ത് അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോൾ ബ്രിട്ടീഷുകാരുടെ ഷൂ നക്കിക്കൊടുത്താണ് അയാൾ പുറത്തിറങ്ങിയത്, അത്രയ്ക്കും വലിയ ഭീരുവായിരുന്നു എന്നാണ്. എന്നാൽ ഒരു കൂട്ടർ പറയുന്നത് എന്താണ്? അയാൾ ധീരനായിരുന്നു, വീർ സവർക്കർ എന്നാണ് അയാൾ വിളിക്കുന്നത് പോലും. അദ്ദേഹം ഒരു പേടിത്തൊണ്ടനല്ല, ഷൂ നക്കി കൊടുത്ത ആളല്ല, ധീര ദേശാഭിമാനിയായിരുന്നു എന്നാണ് അവരുടെ വിശ്വാസം. ഇന്ത്യ രാജ്യത്ത് തന്നെ ഭൂരിഭാഗം ആളുകൾ നേരെ തിരിച്ചാണ് വിശ്വസിക്കുന്നത്. വ്യത്യസ്തമായി അയാളെ മനസ്സിലാക്കിയത് കൊണ്ട് ഈ രണ്ട് കൂട്ടരും വിശ്വസിക്കുന്നത് രണ്ട് വ്യക്തികളാണ്, ഒരു വ്യക്തിയല്ല എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അതുപോലെ തന്നെയാണ്. അങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഒരേ വ്യക്തിയെക്കുറിച്ച് രണ്ട് കൂട്ടർ രണ്ട് രീതിയിൽ മനസ്സിലാക്കിയാൽ അതെങ്ങനെ രണ്ടാളായിത്തീരും? ഇനി അത്തരം കാര്യങ്ങളിലേക്ക് ഒന്നും പോണ്ട. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നമ്മുടെ കേരളത്തിലെ ക്രൈസ്തവ പുരോഹിതന്മാർ മിഷണറി പ്രവർത്തനം നടത്തിയിരുന്നത് എങ്ങനെയായിരുന്നു? അവർ മുസ്ലിങ്ങൾക്കിടയിലേക്ക് കടന്നു വന്നുകൊണ്ട് പറഞ്ഞിരുന്നത് പരിശുദ്ധ ഖുർആനിലെ മുഹമ്മദ് നബിയെക്കാളും കൂടുതൽ തവണ പറഞ്ഞിട്ടുള്ളത് ഈസാ നബിയെക്കുറിച്ചല്ലേ, അതായത് ഞങ്ങളെ യേശുവിനെ കുറിച്ചല്ലേ. അപ്പോൾ യേശുവായിരുന്നല്ലോ സത്യം, നിങ്ങൾ ക്രിസ്തു മതത്തിലേക്ക് വരണമെന്ന രീതിയിലുള്ള ഒരു മിഷണറി പ്രവർത്തനം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നമ്മുടെ കേരളത്തിൽ നടന്നിരുന്നു. അന്നത്തെ ക്രൈസ്തവ പാതിരിമാർ ആ രീതിയിലായിരുന്നു പറഞ്ഞിരുന്നത്. ഇപ്പം നിങ്ങൾ പറയുന്ന വാദമനുസരിച്ച് അവരുടെ വാദങ്ങളൊക്കെ, അവർ നടത്തിയ പ്രബോധനങ്ങളൊക്കെ വെറുതെയായിരുന്നു, കേവലം തെറ്റിദ്ധാരണയുടെ പുറത്തായിരുന്നു എന്ന് പറയേണ്ടി വരും. അപ്പോൾ പഴയ ക്രൈസ്തവ പുരോഹിതന്മാരുടെ വാദത്തെയും അവർ മനസ്സിലാക്കിയതൊക്കെ തള്ളി പറഞ്ഞുകൊണ്ട് ഇപ്പോൾ കുറച്ച് ആളുകൾ വന്നിട്ട് പറയാണ് അത് രണ്ടും രണ്ടാണ്, ഞങ്ങളുടെ വിശ്വാസം ഇങ്ങനെയാണ്, ഖുർആനിൽ പറഞ്ഞത് അങ്ങനെയാണ്, അതുകൊണ്ട് അത് രണ്ടും ഒരു വ്യക്തിയല്ല എന്നൊക്കെ. നിങ്ങളെ മുൻഗാമികളെയല്ലേ നിങ്ങൾ ആദ്യം തിരുത്തേണ്ടത്? വീഡിയോ നീണ്ടുപോകുമെന്ന് കരുതുന്നു. ബാക്കി കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ പറയാം. ഈ വീഡിയോ തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.